നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷതയുള്ള ഒരു വ്യക്തിയെയാണ് JB ജംഗ്ഷനിൽ ഇന്ന് അതിഥിയായി കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ പതിവിന് വിപരീതമായൊരു കാഴ്ച. ജന്മനാവുള്ള വൈകല്യത്തെ മറികടന്നുകൊണ്ട് നിശ്ചയദാർഢ്യം കൊണ്ട് സർഗാത്മകതയുടെ പുതിയ ഉയരങ്ങളിലേക്ക് പോയ ഒരു കൊച്ചു പെൺകുട്ടി കൺമണി, കേരളത്തിൻ്റെ കൺമണിയാകാൻ ഒരുപക്ഷെ JB ജംഗ്ഷൻ ആശംസിക്കുന്നു. കൺമണിയെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൺമണി പെൺമണിയെ കാർത്തിക പൊൻകണിയെ താരോ തളിരോ ആരാരോ കന്നി കനിയെ കണ്ണിൻ കുളിരേ മുത്തേ നിന്നെ താരാ. കൺമണി, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താ തോന്നണേ ഇവിടെ ഇരിക്കുമ്പോൾ? വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു സ്റ്റേജിൽ വന്നിരിക്കുകയെന്ന് വെച്ചാൽ വളരെയധികം ഒരു ഭാഗ്യമാണ്. അതെനിക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷം. കൺമണിയെപ്പോലൊരാളെ ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുത്തുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. താങ്ക് യു. എന്താ കാരണം എന്നറിയോ? കൺമണി ഈ ഒരു വൈകല്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ജീവിതത്തെ ആസ്വദിക്കുകയും അതുപോലെ സ്വന്തം കഴിവുകളെ നിശ്ചയദാർഢ്യത്തോടെ വികസിപ്പിക്കാൻ കഴിയുകയും ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. താങ്ക് യു. ഒന്ന് കൈയടിച്ചു കൊടുത്ത് ഈ കൺമണിക്ക് മുമ്പിൽ. ശാരീരികമായിട്ട് ഒരു കുറവുമില്ലാത്ത ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. പക്ഷേ കൺമണിയുടെ അത്ഭുത സിദ്ധിയുടെ 10-1 പോലും ഇവരിൽ പലർക്കുമില്ല. അതാണ് സത്യം. ഒരു അഭിമാനം തോന്നുന്നുണ്ടോ? തീർച്ചയായും. എങ്ങനെയാണ് കൺമണി ഒരു സ്വാഭാവികമായിട്ടും കൂടെയുള്ള കുട്ടികളൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു കുറവുണ്ടല്ലോ അങ്ങനെ ചിന്തിച്ചിരുന്നോ ഏതെങ്കിലും സമയത്ത്? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എൻ്റെ അമ്മ എന്നെ അങ്ങനെ ആ രീതിയിലാണ് വളർത്തിയത്. കൊച്ചിലോട്ടെ ഞാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പും എന്തും സാധിച്ചു തന്ന്, ഞാൻ പഠിക്കണമെന്ന് പറയുമ്പോൾ അതിനു മുമ്പേ പഠിപ്പിച്ചും തന്ന് അങ്ങനെയാണ് എന്നെ വളർത്തിയത്. അതുകൊണ്ട് എനിക്ക് മറ്റുള്ള പിള്ളേരും അല്ല ടീച്ചേഴ്സും അങ്ങനെ പറയുമ്പോഴൊന്നും എനിക്ക് അങ്ങനെ തോന്നാറില്ല. നോക്കട്ടെ ആരെന്താ പറയുന്നത്. കൺമണി, എനിക്ക് മോളോട് ചോദിക്കാനുള്ളത്, മോളെ ഞാൻ കാണുന്ന സന്ദർഭങ്ങളിലെല്ലാം മോള് സുസ്മേരവതയായിട്ടാണ് കാണാറുള്ളത്. സ്കൂളിൽ കുട്ടികളോടൊപ്പം ഇരിക്കുമ്പോൾ അവരെ പോലെ കളിച്ച് നടക്കണമെന്നും അവരെ പോലെ ഓടി നടക്കണമെന്നുമൊക്കെ മോൾക്ക് തോന്നുകയും അതിന് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് മോൾക്ക് എന്തെങ്കിലും മാനസികമായ വിഷമം തോന്നുകയും ചെയ്തിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതെ. അപ്പം നാടിൻ്റെ ഒരു കൺമണിയായിട്ട് ഈ കൺമണി മാറിയിരിക്കുകയാണ്. എല്ലാവർക്കും കൺമണിയോട് സ്നേഹമാണ്. അപ്പം അദ്ദേഹം ചോദിച്ചു കണ്ടല്ലോ. കേട്ടു. അതായത് ഈ സ്കൂളിൽ പോവുകയും കൂടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ഇടവേളകളിൽ കളിച്ചു നടക്കുകയും ചെയ്യുമ്പോൾ കൺമണിക്ക് സ്വാഭാവികമായിട്ട് കളിക്കാനും അവരോട് ഓടി നടക്കാനും ചാടി നടക്കാനൊന്നും പറ്റാത്തതിൻ്റെ വിഷമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ചാടി നടക്കും. തീർച്ചയായും. അത് ശരി. ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോഴും എനിക്ക് വീട്ടിലാണെങ്കിൽ അനിയന് ഞാൻ തന്നെ ഉള്ളൂ, അതുകൊണ്ട് കളിക്കാനൊന്നും പോകാറില്ല. പക്ഷേ സ്കൂളിൽ ചെല്ലുമ്പം അതിനോടും തീർക്കും, ശരിക്കും കളിക്കും, ചാടി കളിക്കാറുണ്ട്. അപ്പം മറ്റു കുട്ടികൾക്ക് കൺമണിയോട് അസൂയാണോ? ഇല്ലില്ല, ഞങ്ങളെല്ലാവരും ഓരോ ഫ്രണ്ട്സിനെ പോലെയാണ് കാണുന്നത്. എപ്പോഴെങ്കിലും എനിക്കൊന്ന് ഈ കോശി ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ചെറിയൊരു വിഷമം മനസ്സിൽ വന്നിട്ടുണ്ടാവില്ലേ? കളിക്കുന്ന കാര്യത്തിൽ വന്നിട്ടില്ല. ഇല്ല. ബാക്കി ഏത് കാര്യത്തിലാണ് ഉണ്ടായത്? ഈ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിൽ തോന്നാറുണ്ടായിരിക്കാം എനിക്കത് ചുമ്മാതെ കിട്ടുന്നതായിരിക്കും, എനിക്ക് ഇങ്ങനെ വൈകല്യം ഉള്ളത് കൊണ്ട് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒരു പോയിന്റ് വരുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാകാറുണ്ട്. അതായത് കൺമണിയുടെ കുറവുകൾക്ക് ഒരു എന്താ പറയണ്ട ഒരു പരിഹാരം എന്ന നിലയ്ക്ക് അവർ നൽകുന്ന സ്നേഹക്കൂടുതൽ കൊണ്ട് കിട്ടുന്ന അവാർഡാണെന്ന് വേണമെങ്കിൽ ആൾക്കാർ പറഞ്ഞേക്കാം. അതിൻ്റെ വിഷമം മാത്രമാണ്. നോക്ക്, കൺമണി കരസ്ഥമാക്കിയിട്ടുള്ളതാണ് അവാർഡുകളുടെ ഒരു നിര. കൺമണിയെ ഞങ്ങൾ കേരളത്തിൻ്റെ കൺമണിയാക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ഈ പരിപാടിയിലൂടെ കൺമണി ഈ പ്രേക്ഷക ലക്ഷങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ പോവുകയാണ്.